2026 മാർച്ച് 24 കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിയമസഭാ തിരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ഏതാണ്? ഗ്രീൻ ബട്ടൺ. ഗ്രീൻ ബട്ടൺ ആണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിച്ച് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പയിൻ. പേരെന്താണ് ക്യാമ്പയിന്റെ? ഗ്രീൻ ബട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരെ ചന്ദ്രനിലേക്ക് വീണ്ടും അയക്കാനുള്ള നാസയുടെ പദ്ധതി ഏതാണ്? ആർടെമിസ് 2. ARTEMIS. ആർടെമിസ് 2 ആണ് മനുഷ്യരെ ചന്ദ്രനിലേക്ക് വീണ്ടും അയക്കാനുള്ള നാസയുടെ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 44 ചതുര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള പവിഴപ്പുറ്റ് ദ്വീപ് ഏതാണ്? ആ പവിഴപ്പുറ്റ് ദ്വീപ് ഡീഗോ ഗാർഷ്യ ദ്വീപ്. ഡീഗോ ഗാർഷ്യ ദ്വീപാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 44 ചതുര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള പവിഴപ്പുറ്റ് ദ്വീപ്. ഏതാണ് ആ പവിഴപ്പുറ്റ് ദ്വീപിന്റെ പേര്? ഡീഗോ ഗാർഷ്യ ദ്വീപ്. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ ബ്രിട്ടീഷ് സംയുക്ത സൈനിക താവളം എവിടെയാണ്? എവിടെയാണ്? ഡീഗോ ഗാർഷ്യയിൽ തന്നെയാണ്. അപ്പോ ഡീഗോ ഗാർഷ്യയിൽ തന്നെയാണ് അമേരിക്കൻ ബ്രിട്ടീഷ് സംയുക്ത സൈനിക താവളം. അടുത്തത്, ചാഗോസ് ദ്വീപ സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഡീഗോ ഗാർഷ്യ. അപ്പോ ഡീഗോ ഗാർഷ്യ തന്നെയാണ് ചാഗോസ് ദ്വീപ സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. അടുത്തത്, 6 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തുറന്ന ചുരം ഏതാണ്? 6 വർഷമായിട്ട് അടച്ചിട്ടേക്കുമായിരുന്നു, ആ ചുരം ഇപ്പൊ തുറന്നു. ചുരത്തിന്റെ പേരെന്താണ്? ലിബുലേഖ് ചുരം. ഈ ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? അത് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? PSCക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ് മുതൽ ടിബറ്റ് വരെ. ഉത്തരാഖണ്ഡ് മുതൽ ടിബറ്റ് വരെയാണ് ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ ഏതാണ്? INS താരാഗിരി. INS താരാഗിരിയാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ. അപ്പം ഇത് ഏപ്രിലിലാണ് കമ്മീഷൻ ചെയ്യുന്നത്, മറക്കല്ലേ. ഇനി പ്രോജക്ട് 17 പ്രകാരം നിർമ്മിക്കുന്ന 4ാമത്തെ യുദ്ധക്കപ്പലാണിത്. അപ്പം ഏത് പ്രകാരമാണ്? പ്രോജക്ട് 17 പ്രകാരം നിർമ്മിക്കുന്ന 4ാമത്തെ യുദ്ധക്കപ്പലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, INS താരാഗിരി നിർമ്മിച്ചത് എവിടെയാണ്? എവിടെയാണത് നിർമ്മിച്ചത്? മുംബൈ മസഡോക്കിലാണ്. മുംബൈയിലെ മസഡോക്കിലാണ് ഈ INS താരാഗിരി നിർമ്മിച്ചത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, അല്ല അപ്പോ ഇതിന്റെ ബാക്കി ഒന്നുകൂടെ ഉണ്ട്. ബാക്കി 3 കപ്പൽ ഏതൊക്കെയാണ്? ഒന്ന് INS താരാഗിരി, അടുത്തത് പിന്നൊരു 3 കൂടെ ഉണ്ട്. ഏതൊക്കെയാ? INS നീലഗിരി, INS ഹിമഗിരി, INS ഉദയഗിരി. എല്ലാം ഗിരിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യ കപ്പ് വനിതാ ഫുട്ബോളിൽ കിരീടം നേടിയത് ജപ്പാനാണ്. ജപ്പാനാണ് ഏഷ്യ കപ്പ് വനിതാ ഫുട്ബോളിൽ കിരീടം നേടിയത്. എവിടാണ്? ജപ്പാൻ. അടുത്തത്, ഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയപ്പം ഫൈനലിൽ ആരെയാ പരാജയപ്പെടുത്തിയത്? ഓസ്ട്രേലിയയാണ്. ഏഷ്യ കപ്പ് വനിതാ ഫുട്ബോളിൽ കിരീടം നേടിയത് ജപ്പാൻ. ഇനി ദേശീയ യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ആർക്കാണ്? കേരളത്തിനാണ് കിട്ടിയത്. അപ്പം ദേശീയ യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം കിട്ടിയത് കേരളം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇനി മാർച്ച് 24 എന്ന് പറയുന്നത് എന്ത് ഡേ ആണ്? വേൾഡ് ട്യൂബർകുലോസിസ് ഡേ ആണ്. വേൾഡ് ട്യൂബർകുലോസിസ് ഡേ ആണ് മാർച്ച് 24. ഇനി ഡിമോണ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയായിരിക്കും ഡിമോണ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്? ഇസ്രയേൽ. ഇസ്രയേലിലാണ് ഡിമോണ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോ അടുത്തൊരു ക്വസ്റ്റ്യൻ, വേൾഡ് ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പോൾ വോൾട്ടിൽ രാജാവ് ആരാണ്? പോൾ വോൾട്ടിലെ രാജാവ് ആരാണ്? അർമാൻഡ് ഡുപ്ലാന്റിസ്. അർമാൻഡ് ഡുപ്ലാന്റിസ് ആണ് വേൾഡ് ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് പോൾ വോൾട്ടിൽ രാജാവ്. ഇനി അദ്ദേഹം എവിടുത്തെ ആളാണ്? സ്വീഡൻകാരനാണ്. സ്വീഡൻകാരനായ അർമാൻഡ് ഡുപ്ലാന്റിസ് ആണ് പോൾ വോൾട്ടിൽ രാജാവ്. ഇനി ഗോവയിലെ കണ്ടൽക്കാടുകളിൽ കണ്ടെത്തിയ ചബ്ഗരസ് നഗങ്കി എന്നത് ഏത് ഇനത്തിൽപ്പെട്ട ജീവിയാണ്? ഏതിനത്തിൽപ്പെട്ട ജീവിയാണ്? ഞണ്ട്. അപ്പം
ചപ്ഗരസ് നഗങ്കി, നല്ല പേരല്ലേ. അത് എന്നത് ഏത് ഇനത്തിൽപ്പെട്ട ജീവിയാണ്? ഞണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇതോടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ദേശീയ യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത്? നമ്മൾ പഠിച്ചത് വെച്ച് ഉത്തരം അറിയായിരിക്കും അല്ലേ? അപ്പോൾ ആൻസർ കമൻറ്റ് ചെയ്യുക. നാളെ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. കൺസിസ്റ്റൻസിയാണ് ജീവിത വിജയത്തിൻ്റെ രഹസ്യം. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ചാനൽ ഇഷ്ടമായെങ്കിൽ, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നന്ദി.